അങ്കിള് പറഞ്ഞതാണല്ലോ ആന്റിയോട് പറഞ്ഞിട്ടാ പോയെന്ന്. ശരിയാ, കൃഷ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ട് തന്നെയാ പോയെ. ഒരു മയക്കം വരുന്നു. ഞാനൊന്ന് കണ്ണടച്ച് കിടക്കട്ടെ. മരുന്നിന്റെ എന്തോന്നു. ശരി ആന്റി. അരവിന്ദേ വാ, നമുക്ക് ബാക്കി റിസൾട്ടൊക്കെ ഒന്ന് നോക്കാവേ. അമ്മ ഞാനിപ്പോ വരാം. വാ. വലിഞ്ഞേ എങ്ങനെയുണ്ടാക്കില്ല മാഡത്തിന്? കല്യാണി, ഞാൻ നിന്നോട് അവിടെ വെച്ച് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. വലിഞ്ഞ് കണ്ടോ മാഡത്തിനെ? ഇല്ല കല്യാണി. വലിഞ്ഞിനൊന്ന് കണ്ടിട്ട് വരായിരുന്നു. നമുക്കൊന്ന് പോയാലോ? ഏയ് വേണ്ട കല്യാണി, അത് ചിലപ്പോ ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാക്കും. വാ, വലിഞ്ഞകത്തേക്ക് വാ, ഞാൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. വലിഞ്ഞേ ഇവിടെ ഇരിക്കേ. നമുക്കിനി താമസിക്കേണ്ട കല്യാണി, വേഗം പോയേക്കാം. ശരി വലിഞ്ഞേ. എവിടെ നിന്റെ ഐഷുമ എവിടെ? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. പാവം, ഇന്നലെ എന്റെ കൂടെ ഇരുന്ന് ഉറക്കളിക്കായിരുന്നു. മോളെ കല്യാണിയേ. ദേ എത്തി. മോനെ, ആശുപത്രിയിൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഒന്നും വരില്ല. ഇവിടെ ഒരാൾ ഇന്നലെ രാത്രി ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കായിരുന്നു. കല്യാണി, നീ ഒന്ന് വേഗം റെഡിയാവാ. ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ. ശരി വലിഞ്ഞേ. മോളെ, ഇത് കുറച്ച് പലഹാരങ്ങളാ, അനിയൻകുട്ടന് കൊടുക്കാൻ. ശരി ഉമ്മ. അനിയൻകുട്ടൻ വല്ലാണ്ട് വണ്ണം വെച്ച ആനക്കുട്ടിയെ പോലെ ഇരിക്കണെന്നാ ഓപ്പോളമ്മ പറഞ്ഞത്. അവൻ തടി കുറയ്ക്കാൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടുമ്മ. എന്തിന്? പിള്ളേരല്ലേ, അവർക്ക് കുറച്ച് വണ്ണമൊക്കെ വേണ്ടേ? ഉമ്മ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. പോ. കല്യാണി, 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 കണ്ണു തുറക്ക്. കല്യാണി, കല്യാണി, എന്താ പറ്റിയേ? ഉമ്മ, കുറച്ച് വെള്ളം എടുക്ക. കല്യാണി, കല്യാണി, കണ്ണു തുറക്ക്. കല്യാണി, കല്യാണി, എന്താ പറ്റിയേ? കല്യാണി, 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 എന്താ പറ്റിയേ? കല്യാണി, 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 എന്തു പറ്റി മോളെ? എന്തു പറ്റി നിനക്ക്? എഴുന്നേക്ക്. വെള്ളം കുടിക്ക്.
പതുക്കെ വാ, ഇവിടെ ഇരിക്ക. കല്യാണി, എന്താ പറ്റിയേ? അറിയില്ല വലിയ, പെട്ടെന്ന് എന്തോ മനം പുരട്ടി വരുന്ന പോലെ തോന്നി. അപ്പൊ തന്നെ തലയിറങ്ങി വീഴുകയായിരുന്നു. വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അയ്യോ, അതൊന്നും വേണ്ട. കുഞ്ഞൊന്ന് പുറത്തേക്ക് നിന്നേ. നമ്മൾ ഈ നാട്ടിലൊക്കെ ഒരു പൊടി വൈദ്യരാ. ഒന്ന് നോക്കട്ടെ, ഒന്ന് പരിശോധിക്കട്ടേന്ന്. ജനാലോടെ ഒന്ന് അടച്ചേക്കണേ. ശരി ഉമ്മ. അങ്ങോട്ടൊന്ന് കിടന്നേ, പതുക്കെ. തല നേരെ. മോനെ, ഉമ്മ, മോനൊരു കുഞ്ഞിന്റെ വാപ്പയാവാൻ പോകുന്നു. കല്യാണി ഒരു അമ്മയാവാൻ പോകുന്നു. ഉമ്മ, ഞമ്മക്കെ 8 മക്കളാണ്. 5 ആണും 3 പെണ്ണും. എല്ലാവർക്കും ജന്മം കൊടുത്തത് നമ്മുടെ വരിൽ വെച്ചാ. കല്യാണി കുഞ്ഞിന്റെ ലക്ഷണവും അത് തന്നെയാണ്. ഞമ്മക്ക് ഉറപ്പാ, ഓൾക്ക് വയറ്റിലുണ്ട്. മോനകത്തേക്ക് ചെല്ലേ, ഞമ്മളിപ്പ വരാം. കല്യാണി, എന്താ വല്യുഞ്ഞേ? ഐഷുമ്മ പറഞ്ഞത് സത്യമാണോ? ഞാനിപ്പോ എന്താ നിനക്ക് തരേണ്ടത്? ഒന്നും വേണ്ട. എനിക്ക് ഈ മുഖം ഇങ്ങനെ കുറച്ചു നേരം കണ്ടോണ്ടിരുന്നാ മതി. അത് മതിയോ? പോടുന്ന്. ഞമ്മക്കൊന്ന് അങ്ങോട്ട് വരണമല്ല. ഇനി ഈ മധുരം എടുത്ത് കല്യാണിക്ക് കൊടുക്കും. ഇത് പിടിക്കുമോളെ. ഇനി യാത്ര കുറെ കഴിഞ്ഞു മതി. പെട്ടെന്ന് മടങ്ങണ്ടാന്ന്. ഞമ്മളങ്ങോട്ട് പോവാ. നിങ്ങള് പോകുമ്പോ കതവ് ചാരിക്ക്.
സുജാതേ, സുജാതേ. മാഡം, എന്താടി, ഞാൻ വന്ന് സെറ്റിലിരുന്നത് കണ്ടില്ലേ നീ? മാഡം. ആ, ഈ നേരത്ത് നിന്റെ അഖില മേഡത്തിന് കൊടുക്കുന്ന ജ്യൂസ് എടുത്തോണ്ട് വാ. ശരി മാഡം. ആ ദേ, ഇനി നീ ഇതങ്ങ് ശീലിക്കുന്നതാ നല്ലത്. കാര്യങ്ങളൊക്കെ കലങ്ങി മറിയാൻ പോവുക ഇവിടെ. മനസ്സിലായോ നിനക്ക്? പോയി എടുത്തോണ്ട് വാ. ചെല്ല് ചെല്ല്. അയ്യോ പ്രിയങ്ക, പ്രിയങ്കേ, പ്രിയങ്ക നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? അയ്യോ, പ്രിയങ്കേ നീ എന്താ ഇവിടെ? ആന്റി, ആന്റി ഇങ്ങനെ ഈ തൃച്ചംബരം ഹാളിൽ സർവാധികാരിയെ പോലെ കാലിന്മേൽ കാല് കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ദൃശ്യം ഒന്ന് കാണാനാ ഞാൻ വന്നത്. അയ്യോ പ്രിയങ്ക, ആരെങ്കിലും കണ്ട എന്നെ ഈ രൂപത്തിൽ തന്നെ ഭിത്തിയിൽ തൂക്കിയിടും. ആന്റിയെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനി ആന്റിയുടെ നാളുകളാ. പ്രിയങ്ക നീ, അയ്യോ പ്രിയങ്ക നീ ഒന്ന് എഴുന്നേറ്റേ. ഇവിടെ CCTV ഒക്കെ ഉള്ളതാ. അഖില ഇല്ലാത്ത സമയത്ത് ഞാൻ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയെന്നെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാ അറിയാലോ. ഇപ്പൊ തന്നെ ഇവിടെ പലർക്കും ചില സംശയങ്ങളൊക്കെ ഉള്ളതാ. അതിന് ആന്റി എന്നെ വിളിച്ചു വരുത്തിയതല്ലല്ലോ, ഞാൻ സ്വമേധയെ ഇവിടെ വന്നതല്ലേ. അയ്യോ ദൈവമേ, സുജാത വരുന്നു. ഇവളൊക്കെ കല്യാണിയുടെ ആളുകളാ. അയ്യോ അഖില ഇപ്പൊ വരും. ഇല്ല ആന്റി, ഞാൻ ഇറങ്ങിയിട്ടേ അഖിലാണ്ടീശ്വരി വരൂ. മാഡം, വീട്ടിലൊരു അതിഥി വരുമ്പോ വീട്ടിലുള്ളവരെയാണോ സൽക്കരിക്കേണ്ടത്? നോക്കി നിൽക്കാതെ ഇതെല്ലാം അങ്ങ് വൃത്തിയാക്കാൻ നോക്കുമ്പോ ഓടി. അയ്യോ പ്രിയങ്കേ, പ്രിയങ്കേ ഇത് കളിയല്ല. നിന്നെ ഇവിടെ വെച്ച് കണ്ട അറിയല്ലോ, ഷെൽഫിൽ തോക്കിരിപ്പുണ്ട്.
എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ ശ്ശോ. എന്റെ അമ്മോ. ഹൂ. നിക്കടി അവിടെ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഇപ്പൊ ഇവിടെ ആരെയും കണ്ടിട്ടുമില്ല, നിന്നെ ആരും അടിച്ചിട്ടുമില്ല. ഇനി മറിച്ചെന്തെങ്കിലും നിനക്ക് തോന്നിയാ പ്രിയങ്ക തന്നതിന്റെ ബാക്കി ഞാനങ്ങ് തരും. തരിക മാത്രമല്ല, ഇവിടുത്തെ ഉദ്യോഗവും അവസാനിക്കും. ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ? ശരി മാഡം. എന്നാ പോയി ആ ജ്യൂസ് ഒന്നുകൂടി കൊണ്ടുവാ. നല്ലൊരു ദിവസമായിരുന്നു അല്ലേ വലിയുഞ്ഞെ? ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചൊരു ദിവസം. ഓർമ്മകളാണോ കല്യാണി? സ്വപ്നം സാക്ഷാത്കരിച്ച ദിവസം. എനിക്ക് വലിയുഞ്ഞിന്റെ കൂടെ യാത്ര ചെയ്ത് കൊതി തീർന്നിട്ടില്ല. കൊള്ളാം. രാവിലെ അസുഖം വന്ന ആളിനെ കൊണ്ട് ഇവിടം വരെ വന്ന എന്റെ ടെൻഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, ഞാൻ എന്റെ അച്ഛനോട് ചെന്ന് ഈ സന്തോഷ വാർത്ത ഒന്ന് പറയട്ടെ. ഇപ്പൊ നമ്മള് പുറത്തായില്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്നലെ നീ പോയപ്പോ ദാസേട്ടനോട് സംസാരിക്കാതിരുന്നത് നന്നായെന്ന. ആളൊരു അപ്പൂപ്പനാവാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഇപ്പൊ പറയാലോ. അനിയുട്ടാ, എടാ അനിയുട്ടാ, ഇവനിതെവിടെ? ചേച്ചി ചേച്ചി വല്ലതും എത്തിയോ? അച്ഛനെവിടെ? അച്ഛൻ ആ മേടയിലെ ഹരി അങ്കിളുടെയോടൊപ്പം പാലക്കാടേക്ക് പോയിരിക്കുക. ഒത്തിരി ദൂരമുള്ളത് കാരണം അച്ഛനെ കൂടെ ഡ്രൈവ് ചെയ്യാൻ വിളിച്ചേക്കുക. ദാസേട്ടന്റെ ഒരു കാര്യം, നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയ ദാസേട്ടൻ. നിന്നെ ഐഷുമ തിരക്കി. ആ ഓപ്പോളമ്മയുടെ കമ്പനി, പഴയ ക്ലാസ്മേറ്റ്. അതെ, ഇത് ഐഷുമ നിനക്ക് വേണ്ടി തന്നതാ. എന്ന് വെച്ചേ ആന കരിമ്പുന്നോട്ടത്തിൽ കയറിയ പോലെ ഒറ്റയ്ക്കിരുന്ന് തിന്ന് തീർത്ത് കളയരുത്. എല്ലാം മധുരമാ, കുറച്ച് മര്യാദയൊക്കെ പാലിക്കണം. കുറച്ച് എനിക്കിവിടെ തന്നേടാ. ഓ ആ മധുരമുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട് അനിയൻകുട്ട. അതെന്താ ചേച്ചി, കോഴിക്കോടൻ അലുവയാണോ? ഇതൊന്നും അല്ല, അതിലും മധുരമുള്ളതാ.